ഹലോ ഞാൻ സഹല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വാട്ട്സ് ഇൻ മൈ ബാഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് മുമ്പ് ഞാൻ വാട്ട്സ് ഇൻ മൈ പൗച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹാൻഡ് ബാഗിലുള്ള എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഹാൻഡ് ബാഗിലുള്ള എന്താണെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ സവാന എന്നുള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും ലിങ്കും കാര്യങ്ങളും ഇതിലുള്ള എല്ലാ സാധനത്തിൻ്റെയും ഏതെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അതുപോലെ ബാഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹാൻഡ് ബാഗ്. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എന്തൊക്കെയോ സാധനങ്ങളാണെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് വാങ്ങിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ചാംസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത് ഈ ഒരു ആളാണ്. ഇയാൾ ഞാൻ എക്സ്ട്രാ സവാനന്ന് വാങ്ങിയതാണ്. ഇയാൾക്കൊരു കണ്ണില്ല, അതുകൊണ്ടാണ് സ്പെക്സ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം ഇതിൻ്റെ ബാഗിൻ്റെ കൂടെ തന്നെ കിട്ടിയ കീ ചെയിൻസ് ആണ്. പിന്നെ കുറച്ച് അധികം റിബൺസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇത് ബ്ലാക്ക്, ഞാനിങ്ങനെ കെട്ടിവെച്ചതാണ്. പിന്നെ ഈ ഫസ്റ്റിൽ തന്നെ ഉള്ളത് ഞാൻ അവിടെ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല ക്യൂട്ടായതുകൊണ്ട്. പിന്നെ നെക്സ്റ്റ് ഉള്ളതിൽ കുറച്ച് റിബൺസ് ആണ്. അപ്പോൾ ഈ ബാഗിൻ്റെ കൂടെ തന്നെ കിട്ടിയ റിബൺസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചതാണ്. ഈ സ്റ്റൈലിങ്ങിന് ഏത് കളറാണ് ഇടുന്നത് അതിനനുസരിച്ച് റിബൺ കെട്ടി കൊടുക്കാമെന്ന് കരുതിയിട്ട് വെച്ചതാണ്. അപ്പോൾ അത് നല്ല ക്യൂട്ടായിരുന്നു. ഈ ബാഗ് ആക്ച്വലി ഒരു 10 ഔട്ട് ഓഫ് 10 ആണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷേ ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സെൻസിറ്റീവ്. നമ്മൾ എല്ലായിടത്തേക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. മേ ബി ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സ്പെഷ്യൽ ഒക്കേഷൻസ് മാത്രമേ ഇത് എടുക്കാറുള്ളൂ. അപ്പോൾ ഇനി ബാഗിലുള്ള ഓരോരോ സാധനങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഉള്ളത് ഈ ഒരു ടോണർ ബോട്ടിലാണ്. ഇതിൽ ഞാൻ അധികം റോസ് വാട്ടറൊക്കെയാണ് ആക്കൽ. ചിലപ്പോൾ പ്ലെയിൻ വാട്ടറും ആക്കും. എനിക്ക് നല്ല വെയിലത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. അധികം അങ്ങനെ കൊണ്ട് നടക്കാറുണ്ട്, ബിക്കോസ് എനിക്ക് എപ്പോഴും അത് ആവശ്യമുണ്ട്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എൻ്റെ എയർപോഡാണ്. അപ്പോൾ ഇത് ഞാൻ വെക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഹെഡ്സെറ്റും കൂടെ ഉണ്ട്, പക്ഷേ അധികം എയർപോഡാണ് യൂസ് ചെയ്യാറ്. പിന്നെ എൻ്റെ സ്പെക്സ്. അപ്പോൾ ഇത് മെയിനായിട്ട് ലാപ്ടോപ്പ് സ്പെക്സ് ആണ്. എപ്പോഴും വെക്കുന്നതല്ല, എനിക്ക് എന്തെങ്കിലും സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന സ്പെക്സ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഒരു നോട്ട്ബുക്കാണ്. അപ്പോൾ ഇത് ഞാൻ യൂഷ്വലി ടു ഡു ലിസ്റ്റ് എഴുതാനും പിന്നെ നമ്മൾ ചില സമയത്ത് ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഓരോ ഐഡിയാസൊക്കെ തോന്നും. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെ ആക്കാമെന്നൊക്കെ. അപ്പം അത് എഴുതി വെച്ചില്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഓൾ ദ ടൈം നോട്ട്ബുക്കാണത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു പെന്നും ഒരു ഹൈലൈറ്ററും ഉണ്ട്. അതെപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല, പക്ഷേ പെന്ന് വേണമല്ലോ നോട്ട്ബുക്ക് ഉണ്ടാകുമ്പോൾ. പിന്നെ അത് അങ്ങനെ കീപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പവർ ബാങ്ക് ആണ്. എനിക്ക് ദൂരക്കൊക്കെ പോകുമ്പോൾ പവർ ബാങ്ക് നല്ല ആവശ്യം ഉണ്ടാവലുണ്ട്. എപ്പോഴും ഫോണിലായതുകൊണ്ട് എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ എന്തായാലും ആവശ്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് എൻ്റെ ബാഗിൽ ഏറ്റവും കൂടുതലുള്ളൊരു സാധനമാണ് ലിപ് പ്രൊഡക്ട്സ് ആണ്. അത് ലിപ് ബാമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ ലിപ് ടിൻ്റ് ഉണ്ട്. ഇതിൽ SPF ഉള്ളതുണ്ട്, SPF ഇല്ലാത്തതുണ്ട്. അപ്പോൾ അങ്ങനെ വെറൈറ്റി എല്ലാം ഉണ്ട്. ബിക്കോസ് ഞാൻ എപ്പോഴും എനിക്ക് ലിപ് പ്രൊഡക്റ്റ് എനിക്ക് വേണം. ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ ലിപ് ബാം ഇടും. അതെനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ലിപ് ടിൻ്റാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ബാഗിൽ ഏറ്റവും കൂടുതലുള്ള സാധനവും ലിപ് പ്രൊഡക്ട്സ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഒരു സ്ക്രഞ്ചി കീപ്പ് ചെയ്യാറുണ്ട്. ബിക്കോസ് എനിക്ക് എപ്പോഴാണ് എന്താണ് പറ്റുകയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എൻ്റെ സ്ക്രഞ്ചൊക്കെ ഒരുപാട് തവണ കാണാതാവലുണ്ട്. അപ്പോൾ ഉള്ളതെടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ എനിക്കെപ്പോൾ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എൻ്റെ ഒരു സീക്രട്ട് ബോക്സ് ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ചെറിയ സാധനങ്ങളില്ലേ, ഇപ്പോൾ റിങ് അല്ലെങ്കിൽ നോസ് പിന്ന് അങ്ങനത്തെ സാധനങ്ങളെല്ലാം, സേഫ്റ്റി പിന്ന് ഇതെല്ലാം വെക്കുന്നതാണ്. ബിക്കോസ് ഞാനതൊക്കെ ബാഗിലിട്ട് അത് കാണാണ്ടാവും. അപ്പോൾ ഈ ബോക്സിലാണ് ഇട്ട് വെക്കാറ്. ഇനി എപ്പോഴാണ് ഈ ബോക്സ് കാണാണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ അതും ഉടനെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മളെ മെയിൻ സാധനം പേഴ്സ്, അത് എൻ്റെ വാലറ്റാണ്. അപ്പോൾ ഞാനത് ഫസ്റ്റിൽ തന്നെ കാണിക്കേണ്ടതായിരുന്നു, ഇപ്പോഴാണ് കാണിച്ചത്. അപ്പോൾ അതാണ് ഉള്ളത്. ഇപ്പോൾ ഇതാണ് എൻ്റെ വാലറ്റ്. ഇത് മിനിസോന്ന് വാങ്ങിച്ച കേട്ടോ. പിന്നെ നെക്സ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിനിസോന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു സ്മോൾ മിററും
പിന്നെ ഒരു കോംബോ ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ്. എല്ലാവരുടെ ബാഗിലും ഉണ്ടാവേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് അത്ര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതാണ് ഉള്ളത്. പിന്നെ സൺസ്ക്രീനാണ്. ഇതെൻ്റെ ട്രാവൽ സൺസ്ക്രീനാണ്. ഞാൻ എവിടെയും പോകുമ്പോൾ അപ്പോൾ ഭയങ്കര ചൂടാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പിമ്പിൾ പാച്ചാണ് കേട്ടോ. അതെനിക്ക് ഇഷ്ടമല്ല ഈ പിമ്പിൾ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ നിന്ന് പോകുന്നത്. എനിക്ക് അതിന് ഡസ്റ്റ് ആവുമോ എന്നൊക്കെയുള്ള ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് പിമ്പിൾ പാച്ച് യൂസ് ചെയ്യും. അതെൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇതൊരു ട്രാവൽ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഞാൻ വലിയ ബോട്ടിലുള്ള മോയ്സ്ചറൈസർ ചെറിയ ബോട്ടിലോട്ടാക്കി വെച്ചതാണ്. പിന്നെ ഇതെൻ്റെ ഒരു സാനിറ്ററി ഐറ്റംസൊക്കെയാണ്. സാനിറ്ററി പാഡ് ഉണ്ട് അതിൽ, അതേപോലെ കുറച്ച് കോട്ടൺ പാഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫേസിൽ എന്തെങ്കിലും അയലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ എടുക്കാറുണ്ട്, ബിക്കോസ് ഇറ്റ്സ് നീഡഡ്, ഐ ഫീൽ ലൈക്ക്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായതുകൊണ്ട് അതെപ്പോഴും വയ്ക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചോക്ലേറ്റാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു മിഠായിയൊക്കെ കയ്യിൽ വെക്കാറുണ്ട്, ഞാനധികം കഴിക്കാറില്ല. അപ്പോൾ അത്രയുമാണ് എൻ്റെ ഈ ഒരു ബാഗിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ മോസ്റ്റ്ലി സാധനങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാതെ. പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.